ദുരൂഹതകളുടെ ചുരുളഴിയാതെയാണ് വീണ്ടും പോലീസിനെ വട്ടം ചുറ്റിച്ചുകൊണ്ടുള്ള സെബാസ്റ്റ്യന്റെ നീക്കങ്ങൾ. സെബാസ്റ്റ്യൻ എന്ന സീരിയൽ കില്ലർ നടത്താൻ പോകുന്ന നീക്കങ്ങൾ സംബന്ധിച്ച് പോലീസിന് ഒരു എത്തും പിടിയുമില്ല എന്നതാണ് അവസ്ഥ. ജൈനമക്കൊല കേസ് അത് സംബന്ധിച്ച് ഏറെക്കുറെ ക്ലാരിറ്റി പോലീസിനുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ക്ലാരിറ്റി ഉണ്ടാവാത്ത ചില മിസ്സിംഗ് കേസുകൾ കൂടിയുണ്ട്. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ എന്ന വ്യക്തിക്ക് വലിയ ലിങ്കുകളുണ്ട് എന്നത് പോലീസ് സ്ഥിരീകരിച്ചതാണ്. തെളിവുകളും അതാണ്, സാഹചര്യ തെളിവുകളും അങ്ങനെയാണ്. പക്ഷേ ശാസ്ത്രീയ പരിശോധനയിൽ ഇത് സംബന്ധിച്ച ചില തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. മറ്റൊന്നുമല്ല, ഈ സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറം, ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്നും ചില മനുഷ്യ അവശിഷ്ടങ്ങൾ, അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി. അത് ജൈനമ്മയുടെ ശരീരഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം ഉയർന്ന രണ്ട് കാരണങ്ങളിൽ അതിൽ വ്യക്തത കുറവ് വരുന്നു. പ്രധാനമായും ഐഷ, ബിന്ദു പത്മനാഭൻ, ഈ രണ്ട് തിരോധന കേസുകളുടെയും തെളിവില്ല എന്നതാണ് അവസ്ഥ വരുന്നത്. അതായത് ഈ അവശിഷ്ടങ്ങളുടെ DNA പരിശോധനയിൽ നിന്നും ഐഷയുടെയും ബിന്ദു പത്മനാഭൻ കേസുകളുടെയും അവരുടെ തിരോധാന കേസുകളിൽ ഒരു തുമ്പുണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലായിരുന്നു. കാരണം അവരെയും കൊലപ്പെടുത്തി മൃതദേഹം മറവ് ചെയ്തു. അപ്പോൾ ആ അസ്ഥി കഷ്ണങ്ങളിൽ നിന്നും DNA സാമ്പിൾ ശേഖരിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ DNA ശേഖരിക്കാൻ കഴിഞ്ഞില്ല. അതായത് DNA പോലും ശേഖരിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നതാണ് സാഹചര്യം. ഇനി എന്ത് സംഭവിക്കും? മറ്റൊന്നുമല്ല, രണ്ട് കേസുകൾ അതിൻ്റെ ദുരൂഹത ഇപ്പോഴും തുടരുന്നു. നമുക്ക് രണ്ട് സാധ്യതകൾ മുന്നിൽ കാണാം. ഒന്ന്, ഈ സൈക്കോ തില്ലറായി സെബാസ്റ്റ്യൻ ഒരു അസാധാരണ ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണ് എന്ന് മാത്രം നശിപ്പിക്കാനും കൃത്യമായ ശേഷിയുള്ളയാളാണ്. അങ്ങനെയാണ് ഈ രണ്ട് കേസുകളിലും അസ്ഥി കഷ്ണങ്ങൾ ലഭ്യമാവുന്നുണ്ട് എങ്കിൽ പോലും അതിൽ നിന്ന് ശാസ്ത്രീയ പരിശോധന പോലും സാധ്യമാവാത്ത രീതിയിൽ തെളിവ് നശിപ്പിക്കപ്പെട്ടതിന് കാരണം. അതിനൊപ്പം പോലീസിനെ വട്ടം ചുറ്റിക്കാനുള്ള ഇയാളുടെ കഴിവാണ്. അപ്പോൾ പോലീസിന് ഫലത്തിൽ സംഭവിക്കുന്നത് ഈ രണ്ട് കേസുകളുടെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു എന്ന സാഹചര്യമാണ്. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? അഹമ്മദാബാദിലെ ഒരു സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് പരിശോധന നടത്തിയത്. സാധാരണ നമുക്കറിയാം, എല്ലാ കേസുകളുടെയും തെളിവ് ശേഖരിക്കൽ നമുക്ക് ആദ്യ ഘട്ടങ്ങളിൽ പ്രതിയെ പോലീസ് കണ്ടെത്തുന്നു, അത് നിഗമനങ്ങളിലെത്തുന്നു. പക്ഷേ ഈ തെളിവുകൾക്ക് ശാസ്ത്രീയ സ്വഭാവം ഉണ്ടാവണം. കോടതിയിലേക്ക് ഈ കേസുകൾ ഫ്രെയിം ചെയ്തെത്തുമ്പോൾ അങ്ങനെയാണ് പ്രതിയിലേക്ക് ശിക്ഷ പോകുന്നത്. പക്ഷേ ഇവിടെ ഈ രണ്ട് കേസുകളുടെ മിസ്സിങ്ങിൽ അത് സംബന്ധിച്ച തെളിവുകൾ ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ കേസുകൾ എങ്ങനെ തെളിയിക്കപ്പെടുമെന്ന വലിയൊരു ആശങ്കയാണ് ഉണ്ടാകുന്നത്. കാരണം ബിന്ദു പത്മനാഭൻ്റെ കേസിൽ ഇനി എന്തുണ്ടാവും? ഒപ്പം തന്നെ ഐഷയുടെ തിരോധാനം, ഈ രണ്ട് സംഭവങ്ങളിലും എങ്ങനെ തെളിയിക്കപ്പെടും? മൃതദേഹം എങ്ങനെ മറവ് ചെയ്തു, എവിടെ മറവ് ചെയ്തു, അങ്ങനെയെങ്കിൽ അതിൻ്റെ തെളിവ് എവിടെ എന്ന ചോദ്യത്തിന് പോലീസിന് ഉത്തരം കണ്ടെത്തണമെന്നതാണ് സാഹചര്യം. എന്തായാലും പോലീസിന് അത് കഴിയുന്നില്ല. അത് സ്വാഭാവികമായും ഈ കേസിൻ്റെ ഇനി അങ്ങോട്ടുള്ള ഭാവിയെ ബാധിക്കുമെന്ന വലിയ വെല്ലുവിളിയുണ്ട്. ചേർത്തല ഈ തിരോധാന കേസുകൾ സമീപകാലത്ത് കേരളം ഏറ്റവും ഗൗരവത്തിൽ ചർച്ച ചെയ്ത രണ്ട് വിഷയങ്ങളാണ്. സെബാസ്റ്റ്യൻ എന്ന പൊതുസമൂഹവുമായി വലിയ ബന്ധങ്ങളൊന്നുമില്ലാത്ത വ്യക്തി, അദ്ദേഹത്തിന് ഒരു പ്രായത്തിനപ്പുറം കവിഞ്ഞ സ്ത്രീകളുമായി ഇയാൾ പുലർത്തിയിരുന്ന ബന്ധം, ഒരു നിഗൂഢതകളിൽ എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ, മദ്യപിച്ച ശേഷം വീട്ടിൽ വെച്ച് നടത്തുന്ന കൊലപാതകങ്ങൾ, അങ്ങനെ കുഴിച്ചു മൂടിയ ശേഷം ഈ പിന്നീട് ഒരു ശാസ്ത്രീയ പരിശോധന പോലും സാധ്യമാവാത്ത വിധം ഈ മൃതദേഹ ഭാഗങ്ങൾ കത്തിച്ചു കളഞ്ഞു എന്നതാണ്. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇങ്ങനെ കത്തിച്ചു കളഞ്ഞ ഭാഗവും അതിൽ നിന്ന് പോലും DNA ശേഖരിച്ച് തെളിവുകൾ കണ്ടെത്താൻ കഴിയും. പക്ഷേ ഈ കേസിൽ അതുപോലും സാധ്യമാവാത്ത രീതിയിൽ കാര്യങ്ങൾ പോയി എന്നതാണ്. അപ്പോൾ ബിന്ദു പത്മനാഭൻ്റെയും ഒപ്പം ഐഷയുടെയും തിരോധാന കേസുകളിൽ ഒരു തുമ്പ് കൃത്യമായി ഉണ്ടാക്കാൻ, അതായത് സെബാസ്റ്റ്യനെതിരെ ഈ കേസ് ഫ്രെയിം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നതാണ് സാഹചര്യം. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ഐഷ കേസിൽ സാക്ഷിമൊഴികളല്ലാതെ ഒരു തുമ്പും ഇതുവരെ ഇതോടുകൂടി കണ്ടെത്താനാവാത്ത സാഹചര്യം ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. അപ്പോൾ പോലീസിന് മുന്നിൽ ഉണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ല. സ്വാഭാവികമായും ഈ സെബാസ്റ്റ്യൻ എന്ന ക്രിമിനലിനെ പൂർണ്ണമായും നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെല്ലുവിളി ഉണ്ടാക്കുമെന്നതാണ് അവസ്ഥ. സ്വാഭാവികമായും അത് പോലീസിനുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല താനും. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ പുതിയ സാധ്യതകളിലേക്ക് കടക്കുകയാണ്. എങ്ങനെ ഈ കേസിൽ ഇനി പുതിയ സാധ്യതകൾ തുറക്കാൻ കഴിയുമെന്ന പരിശോധന കൂടിയാണ് അവർ നടത്തുന്നത്. അത് ഒരുപക്ഷെ അന്വേഷണം നിലവിൽ വഴിമുട്ടുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. അത് മറികടന്നുകൊണ്ട് എങ്ങനെ പോകും? ഈ മൃതദേഹ ഭാഗങ്ങൾ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും തെളിവുകൾ ലഭ്യമാകുമോ? പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ ആവട്ടെ ഒന്നും മനസ്സ് തുറന്ന് പറയാനും തയ്യാറാവുന്ന, പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന ഒരു ക്രിമിനൽ സ്വഭാവമാണ്. യഥാർത്ഥത്തിൽ സൈക്കോ എന്നതിന് കൃത്യമായൊരു ഉദാഹരണമാണ്
ഈ സെബാസ്റ്റ്യൻ്റെ നീക്കങ്ങൾ എന്നതാണ് പോലീസിനെ കൂടി കുഴയ്ക്കുന്ന വിഷയം. അതുകൊണ്ട് ഇതിൽ ഇനി എന്ത് സംഭവിക്കുമെന്നതാണ് പ്രധാനമായ ചോദ്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.